കേരളം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലെത്തിയ ദിവസമാണ്. മനസ്സിലുറപ്പിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരിക്കും ഓരോ ആളുകളും ഇന്ന് വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലെത്തിയത്. അതിൽ സാധാരണക്കാരും സെലിബ്രിറ്റീസും രാഷ്ട്രീയ പ്രമുഖരും അടങ്ങുന്ന ഒരു വലിയ നിര തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. എന്നാൽ മറുപുറത്ത് കള്ളവോട്ട് പോലുള്ള നാടകീയ രംഗങ്ങളും ഇതിനിടയിൽ അരങ്ങേറിയത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു. സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് കേരളം ലക്ഷ്യം വെച്ചതെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഫേക്ക് വോട്ടുകൾ ചെയ്യാനും ഒരു പറ്റം ആളുകൾ ബൂത്തിലെത്തി. എന്തായാലും ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി UDF സ്ഥാനാർത്ഥിയുമായ ചാണ്ടി ഉമ്മൻ തന്റെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. കറുപ്പ് നിറത്തിലുള്ള മുണ്ടും കറുപ്പ് നിറത്തിലുള്ള ഷർട്ടുമാണ് അദ്ദേഹം ധരിച്ചത്. മാത്രമല്ല ഇത്തരത്തിൽ കറുപ്പ് വസ്ത്രം ധരിച്ചതിനു പിന്നിൽ തന്റെ പ്രതിഷേധമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് LDF സർക്കാരിനോടുള്ള തന്റെ പ്രതിഷേധ സൂചകമായാണ് ഇത്തരത്തിൽ താൻ കറുപ്പണിഞ്ഞതത്രേ. ഒപ്പം തന്നെ തന്റെ പിതാവിനെ വേട്ടയാടിയ സർക്കാർ എന്നാണ് അദ്ദേഹം ഇടതുപക്ഷത്തെ വിശേഷിപ്പിച്ചത്. ഈ പറഞ്ഞതിന് തെളിവായി അദ്ദേഹം എടുത്തു പറയുന്നത് പണി തീരാതെ കിടക്കുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യമാണ്. അതായത് പണി തീരാത്ത മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടി എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ഇത് തന്റെ പിതാവായ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിൽ തന്റെ മാതാവിനോടും സഹോദരിക്കുമൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു ചാണ്ടി ഉമ്മൻ. വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും ഇത്തരത്തിൽ തന്റെ പ്രതിഷേധം അറിയിച്ചതും. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുന്ന ദിനമാണ് ഇന്നെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ UDF ഇനി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഇന്ന് നടത്തിയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അതെ, തന്റെ പിതാവിനെ 9 വർഷം വേട്ടയാടിയെന്നും ഉമ്മൻചാണ്ടിയോട് മാത്രമല്ല പുതുപ്പള്ളി മണ്ഡലത്തോടും അവഗണനയാണ് ഇതുവരെയും ഇടതുപക്ഷം കാണിച്ചതെന്നും കൂട്ടിച്ചേർത്താണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. മാത്രവുമല്ല വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് തരാതെയും വേട്ടയാടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. എന്തുതന്നെ ആയാലും കറുപ്പണിഞ്ഞു പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും ചാണ്ടി ഉമ്മന് സാധിച്ചിട്ടുണ്ട്. എന്തെന്നാൽ കതറിട്ട ചാണ്ടി ഉമ്മനെയാണ് പുതുപ്പള്ളി പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് പുതുപ്പള്ളിയിൽ കറുപ്പ് വസ്ത്രം അണിഞ്ഞു എത്തി എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണി തുടങ്ങി വെച്ച പല പാലങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ്. ഇതും വലിയ രീതിയിലുള്ള മാറ്റി നിർത്തപ്പെടലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പ്രതിഷേധപൂർവ്വം ഊന്നി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വന്നാൽ ഈ പറഞ്ഞവയെല്ലാം വീണ്ടും അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുമോ അറിയില്ല. എന്തുതന്നെ ആയാലും ഇനി ജനങ്ങളുടെ കയ്യിലാണ് പുതുപ്പള്ളിയുടെയും വിജയം. UDF വിജയിക്കണോ അതോ LDF വരണോ എന്നതെല്ലാം ഇനി മെയ് 4 മാത്രമാണ് അറിയാൻ സാധിക്കുക. എന്തായാലും ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട പുതുപ്പള്ളിക്ക് ആശ്വാസകരമാകുമോ ഈ തിരഞ്ഞെടുപ്പ് എന്നത് കാത്തിരുന്ന് കാണാം.